കില്ലാടി, നീ ഒരു കിണറെന്ന് പറഞ്ഞിട്ട് ഈ 1 ഏക്കർ സ്ഥലത്ത് നീ 450 കിണർ കുഴിച്ചിട്ടേക്കണം. എനിക്കാണിപ്പോ പുറത്തിറങ്ങി നടക്കാനും വയ്യ. എടാ, ആൾക്കാർ ചോദിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് 450 കക്കൂസ് കുഴിക്ക് അനുവദിച്ചോന്ന്. പിന്നെ മാമ, ഈ കിണറിനകത്തെ കണ്ട ഫുള്ള് പാറയാണ്, പൊട്ടിച്ചേ ശരിയാവൂ. ശരിയാ, പൊട്ടിച്ചേ ശരിയാകും. ഞാൻ ഇവിടെ കിണർ കുഴിച്ചു ഇവിടെ ഫുള്ള് കുളമായി. എങ്കി ആ കുളത്തിന്നെങ്കിലും ഒരു തുള്ളി വെള്ളം എടുത്തു കാടാ. ഇറങ്ങണ്ടായിരുന്നേ. എങ്കി അവിടെ തന്നെ ഇരി. അതല്ല, ഈ പണിക്ക് ഇറങ്ങണ്ടായിരുന്നു. അങ്ങനെ എന്റെ കൂടെ പഠിച്ചവരൊക്കെ പഠിച്ച് മേലോട്ട് പോയി, ഞാൻ മാത്രം പഠിച്ച് താഴോട്ട് പോയി. താഴോട്ട് പോയോ? എനിക്ക് കിണർ ഒഴിക്കലല്ലേ പണി, അതുകൊണ്ട് കുഴിച്ച് താഴോട്ട് പോയിന്ന്. പക്ഷെ എന്റെ അനിയൻ, അവന് സമ്മതിക്കണം, അവന് വെച്ചടി കേട്ടോ. തോന്നുന്നു നന്നായിട്ട് പഠിക്കുമായിരുന്നു. അയ്യോ അതല്ല, അവന് തെങ്ങേക്കേറ്റാ ജോലി. ഇങ്ങനെ അവന് തെങ്ങേക്കേറ്റല്ല ജോലി. എങ്കി ആദ്യം നീ പ്ലാവിന്ന് ഇറങ്ങിയാട്ടെ. നിങ്ങൾ ഈ കിണർ കുത്തുന്നേക്ക് എങ്ങനെയാ? അത് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ കുത്തും. അതല്ലെന്ന്, ഈ കിണർ കുത്തുന്ന രീതി. അത് ഞാൻ പറഞ്ഞുതരാം. രാവിലെ ആകുമ്പോ ഞാനും മമ്മൂട്ടിയും കൂടി ഇറങ്ങും. മമ്മൂട്ടിയും വരുമോ കിണർ കുടിക്കാൻ? മമ്മൂട്ടി വരുന്നല്ല, ദാണ്ട കണ്ട ഈ മമ്പട്ടിയും കൂടി ഇറങ്ങുമെന്നാ ഞാൻ പറഞ്ഞു. എടാ അതല്ല, നിങ്ങൾ ഈ കിണർ കുഴിക്കുന്നതിന്റെ റേറ്റ് എത്രയാന്ന്? അത് ഞാൻ ഒരു തൊടി കുടിക്കാൻ വേണ്ടി 25,000 രൂപ മേടിക്കും. 25,000 രൂപയോ? അതൊക്കെ ഇത്തിരി കൂടുതലല്ലേ? പേടിക്കണ്ട, രണ്ടാമത്തെ തൊടി കുടിക്കാൻ വേണ്ടി ഞാൻ വെറും 10,000 രൂപ മേടിക്കും. മൂന്നാമത്തെ തൊടി കുടിക്കാൻ വേണ്ടി അങ്ങനെ 10,000 കുറഞ്ഞു വരും. എന്നിട്ട് വെള്ളം കണ്ടില്ലെങ്കിലോ? ഞാൻ നിങ്ങളുടെ 20 രൂപ മേടിക്കും. നിങ്ങൾക്ക് വെള്ളമല്ല ആവശ്യം, അപ്പൊ 20 രൂപ കൊടുത്ത് ഒരു മിനറൽ വാട്ടർ മേടിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ